പ്രിയപ്പെട്ട കുട്ടികളെ, 9ാം ക്ലാസ് വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 പരീക്ഷകൾക്കും ഇതുപോലെ വീഡിയോ ക്ലാസ്സുകൾ ക്രിയേറ്റ് ചെയ്യുകയും കുട്ടികൾക്ക് ഫുൾ മാർക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം. ഒന്നാമത്തെ കാറ്റഗറി ചോദ്യങ്ങൾ സാധാരണയായി 3 രീതിയിൽ ചോദിക്കാം. ഒന്ന്, ഒരു പാരഗ്രാഫ് തന്ന് അതുമായി ബന്ധപ്പെട്ട 6 ചോദ്യങ്ങൾ. അതല്ലെങ്കിൽ ഒരു പദ്യത്തിലെ 3 വരികൾ തന്ന് അതുമായി ബന്ധപ്പെട്ട 6 ചോദ്യങ്ങൾ. അതുമല്ലെങ്കിൽ അജിബ് ഹസ്ബൽ ഇർഷാദാത്ത്, നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഉത്തരം ചെയ്യുക എന്ന രീതിയിൽ നിർദ്ദേശങ്ങൾ തരും. ഓരോ ചോദ്യങ്ങളുണ്ടാവും. ഈ രീതിയിലും നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാം. ഇതുപോലെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ആദ്യം കുറച്ച് പദങ്ങളുടെ അർത്ഥം നിർബന്ധമായിട്ടും നാം മനസ്സിലാക്കിയിരിക്കണം. ഒന്നാമത്തേത് ലിദ്. ലിദ്ദിൻ്റെ അർത്ഥം വിപരീത പദം. ജംഅ് ബഹുവചനം, മുഫ്രദ് ഏകവചനം, മുത്തറാദിഫ് പര്യായപദം, മാലി ഭൂതകാലം കഴിഞ്ഞുപോയ കാലം, മുലാരി നടന്നുകൊണ്ടിരിക്കുന്ന കാലം അല്ലെങ്കിൽ വർത്തമാനകാലം, അമ്ര് കൽപ്പനാക്രിയ. അതുപോലെ കുറച്ച് ചോദ്യപദങ്ങളും ക്വസ്റ്റ്യൻ വേർഡ്സിൻ്റെ അർത്ഥങ്ങളും നിർബന്ധമായിട്ടും നാം പഠിക്കണം. മാത, കൈഫ, മൻ, മത്ത, ഐന ഇതുപോലെയുള്ള ഓരോന്നിൻ്റെയും അർത്ഥവും നാം കറക്റ്റ് പഠിച്ചാലേ ചോദ്യം എന്താണ് എന്ന് നാം മനസ്സിലാക്കുകയുള്ളൂ. ആദ്യം ടെക്സ്റ്റ് ബുക്കിലെ 85-ാമത്തെ പേജുമായി ബന്ധപ്പെട്ട മറഹു തുഫൂല എന്ന പദ്യത്തിൽ വന്ന ചില വരികളാണിവിടെ പരിചയപ്പെടുത്തുന്നത്. ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ഇഖ്റ ഇസ്സുത്തൂറ, വരികൾ വായിക്കുക. വ അജിബ് അനിൽ അസ്ഇലത്തിൽ അത്തിയ, വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം ചെയ്യുക. മസ്കൂഫത്തൻ ബിൽ വർദി വൽ അഇശാബി വൽ വറഖിൻ നളീർ, ഭംഗിയുള്ള പൂക്കൾ കൊണ്ടും പുല്ലുകൾ കൊണ്ടും റോസാ പൂക്കൾ കൊണ്ടും അതിന് മേൽക്കൂര പണിതിട്ടുണ്ട്. നബ്നി, നാം അത് നിർമ്മിക്കുന്നു. ഫതഹ്ദിമുഹ റിയാഹു, കാറ്റ് വന്നത് തകർക്കുന്നു. ഫലാ നളിജു വലാ നസൂർ, ആ സമയത്ത് കാറ്റ് വന്ന് തകർക്കുമ്പോൾ നാം അട്ടഹസിക്കുകയോ വൈമില്ല. വനളല്ലു നർക്കുലു, നാം ഓടിക്കൊണ്ടേയിരിക്കും. ഖൽഫ അസ്റാബിൽ ഫറാഷിൽ മുസ്തതീർ, പറക്കുന്ന പൂമ്പാറ്റ കൂട്ടങ്ങൾക്ക് പിന്നിൽ. നഷ്ദു വനർക്കുസു, നൃത്തം ചെയ്തുകൊണ്ടും പാടിക്കൊണ്ടും. കൽ ബലാബിലി, കുയിലുകൾ പോലെ. ലിൽ ഹയാത്തി വലിൽ ഹുബൂർ, സന്തോഷത്തിനും ജീവിതത്തിനുമായി. വനഷീദു ഫിൽ ഉഫ്കിൽ മുഖല്ലബി, വർണ്ണാഭമായ ചക്രവാളത്തിൽ നാം നെയ്തെടുക്കും. മിൻ അമാനീന ഖുസൂർ, നമ്മുടെ വലിയ വലിയ ആഗ്രഹങ്ങൾ കൊണ്ട് കോട്ടകൾ അല്ലെങ്കിൽ കൊട്ടാരങ്ങൾ നാം പണിയും. ലാ നസ്അമുൽ ലഹ്വൽ ജമീൽ, ഭംഗിയാർന്ന ആ വിനോദം നമുക്ക് മടുക്കില്ല. വലൈസ യുദ്രികുനൽ ഫുതൂർ, നമ്മെ ക്ഷീണം ബാധിക്കുകയോ ചെയ്യില്ല. ചോദ്യങ്ങൾ നോക്കാം. 1, ലിദ്ദു കലിമത്തു തബ്നി. തബ്നി എന്ന പദത്തിൻ്റെ വിപരീത പദം. തബ്നി അർത്ഥം നിർമ്മിക്കുന്നു. ഉത്തരമായി വരേണ്ടത് നബ്നി എന്ന ആ പദത്തിന് ശേഷം കാണാം ഫതഹ്ദിമുഹ. ഉത്തരം വരേണ്ടത് തബ്നി തഹ്ദിമു. രണ്ടാമത്തെ ചോദ്യം ജംഉ കലിമത്തു രീഹ്. രീഹിൻ്റെ അർത്ഥം കാറ്റ്. രീഹ് എന്ന പദത്തിൻ്റെ ജംഅ് നമുക്കിവിടെ കാണാം റിയാഹ്. മൂന്നാമത്തെ ചോദ്യം മുഫ്രദു കലിമത്തു ആഫാഖ്. ആഫാഖ് എന്ന പദത്തിൻ്റെ മുഫ്രദ് ഏകവചനം. ചക്രവാളങ്ങൾ, ചക്രവാളം എന്നർത്ഥം ലഭിക്കുന്നത് അൽ ഉഫ്ഖ്. അടുത്തത് മാദ നഷീദു ഫിൽ ഉഫ്ഖി, ചക്രവാളത്തിൽ നാം എന്താണ് നെയ്തെടുക്കുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് കാണാം നഷീദു ഫിൽ ഉഫ്ഖിൽ മുഖല്ലബി മിൻ അമാനീന ഖുസൂർ. ഉത്തരം നഷീദു ഫിൽ ഉഫ്ഖി ഖുസൂറുൻ അല്ലെങ്കിൽ മിൻ അമാനീന ഖുസൂർ. അടുത്തത് കൈഫ നർഖുസു ഫി അയ്യാമി തുഫൂല, എങ്ങനെയാണ് കുട്ടിക്കാലത്ത് നാം നൃത്തം ചെയ്യുക. ഉത്തരം നർഖുസു കൽ ബലാബിലി, കുയിലുകൾ പോലെ നൃത്തം ചെയ്യും.
അടുത്തത് മൻ കതബ ഹാദ ഷിർ, ഈ കവിത എഴുതിയതാര്, കവി ആരാണ്? ഉത്തരം അബുൽ ഖാസിമു ഷാബി. രണ്ടാമത്തെ കാറ്റഗറി ചോദ്യങ്ങൾ സാധാരണയായി 2 മാർക്കിനുള്ള 3 ചോദ്യങ്ങളായിരിക്കും. അതിൽ ഏറ്റവും എളുപ്പമെന്ന് തോന്നുന്ന 2 ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം എഴുതിയാൽ മതി. ഇതിൻ്റെ പ്രാക്ടീസിനായി നാം എടുത്തിരിക്കുന്നത് 99-ാമത്തെ പേജാണ്. അവിടെ പറയുന്ന അൻ, ലൻ എന്നീ നസ്ബിൻ്റെ 2 അദാത്തുകളെ കുറിച്ചാണ് പറയുന്നത്. ചോദ്യം നോക്കാം. കമ്മിലിൽ ഫറാഗ, വിട്ട ഭാഗം പൂരിപ്പിക്കുക. ബിസീഗത്തിൻ മുനാസിബത്തിൻ മ അല്ലബത്തി, യോജിച്ച ഫോർമാറ്റുമായിട്ട്. ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലൻ, അൻ, ഈ 2 പദങ്ങൾക്ക് ശേഷം വരുന്ന പദത്തിന് എപ്പോഴും നസ്ബായിരിക്കണം. മുകളിലെ ഫത്ത്ഹ്, നസ്ബ്, ഈ 2 സിമ്പിൾസ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഒരിക്കലും അൻ, ലൻ ഇവയ്ക്ക് ശേഷം യഫൂസു, യഫൂസി, യഫൂസ് ഈ രീതിയിലൊന്നും എഴുതാൻ പാടില്ല, തെറ്റായിരിക്കും. ആദ്യത്തെ ഉദാഹരണം ലൻ യഫൂസൽ കസ്ലാനോ, ഫാസ എന്ന പദം മുലാരിയായി പ്രയോഗിച്ചതാണ്. അടുത്തത് നോക്കാം. ലൻ ഡാഷ് അൽ മുഅ്മിനു, കദബ എന്ന പദമാണ് നമുക്ക് മാറ്റേണ്ടത്. അതിൻ്റെ മുലാരി എടുക്കണം. ലൻ യക്ദിബൽ മുഅ്മിനു എന്നാണ് വേണ്ടത്. അടുത്തത് യുഹിബു ജാസിറുൻ അൻ ഡാഷ് അൻ നഷീദത്തൽ അറബിയ, അൻഷദ എന്ന പദം മുലാരി ആക്കണം. അൻ എന്ന പദത്തിന് ശേഷം നസ്ബുള്ള മുലാരി കൊടുക്കണം. അൻ യുൻഷിദ എന്നാണ് ശരിയായി വരേണ്ടത്. അടുത്തത് അന ലൻ ഡാഷ് ഫിഷാരി, ലഇബ എന്നുള്ളത് മുലാരി ആക്കണം. അൽ അബു, അന ഞാൻ കളിക്കുക എന്ന പദമാണ് വേണ്ടത്. അന ലൻ അൽ അബ ഫിഷാരി, ഞാൻ റോട്ടിൽ കളിക്കില്ല. അടുത്തത് തുരീദു ഫാത്തിമ അൻ ഡാഷ് മുദരിസ, ഫാത്തിമ അധ്യാപികയാകാൻ ഉദ്ദേശിക്കുന്നു. സ്വാറ ആയിത്തീർന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ മുലാരിയ തസീറ എന്നാണ് വേണ്ടത്. അടുത്ത ചോദ്യം സൈനബ് തബ്തസിമു എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിലെ 99-ാമത്തെ പേജ്. നസിലു അൽ ഖൗല ബിൽ ഖായിൽ, വാക്യവും അത് പറഞ്ഞ വ്യക്തിയുമായിട്ട് നമുക്ക് ചേർക്കാം, ചേരുംപടി ചേർക്കാം. ആദ്യം നമുക്ക് കാണാം വാലിദു കാജൽ, കാജലിൻ്റെ പിതാവ്. കാജൽ, സൈനബ്, നബീൽ. ഇവർ പറയുന്നത് സാബിക്, നിനക്ക് മുമ്പുണ്ടായിരുന്ന ശമ്പളത്തിൻ്റെ ഇരട്ടി ഞാൻ നിനക്ക് നൽകാം. മസ്നഉ വാലിദിഹ ഉഗ്ലിക, അവളുടെ ഫാക്ടറി ക്ലോസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഫഖദ മിഹ്നതഹു, അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നു. അടുത്തത് ലൻ നുഗാദിറ ഹാദിഹിൽ മദീന, നാം ഈ പട്ടണം വിട്ടുപോവില്ല. അടുത്തത് അസംന അല അൻ നർജിഅ ഇലാ വിലായത്തിന, നമ്മുടെ സംസ്ഥാനത്തിലേക്ക് പോകാൻ, മടങ്ങാൻ നാം ഉദ്ദേശിക്കുന്നു. ഇവിടെ വാലിദ് കാജൽ ഈ 4 പറയുന്നത് ലൻ നുഗാദിറ ഹാദിഹിൽ മദീന, ഈ പട്ടണം നാം വിട്ടുപോവില്ല. അദ്ദേഹത്തിന് ജോലി കിട്ടിയതിന് ശേഷം മകളോട് പറയുന്നു. കാജൽ രണ്ടാമതായിട്ട് പറയുന്നത് അസംന അല അന്നർജിഅ ഇലാ വിലായത്തിന, ഞങ്ങൾ ഞങ്ങളുടെ സംസ്ഥാനത്തിലേക്ക് മടങ്ങിപ്പോവാൻ ഉദ്ദേശിച്ചിരിക്കുന്നു. അത് സൈനബിനോട് കാജൽ പറയുന്നതാണ്. അടുത്തത് സൈനബ് മസ്നഉ വാലിദിഹ ഉഗ്ലിക, സൈനബ് പറയുന്നത് അവളുടെ പിതാവിൻ്റെ ഫാക്ടറി ക്ലോസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഫഖദ മിഹ്നതഹു, അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നു. തൻ്റെ പിതാവായ നബീലിനോട് മകളായ സൈനബ് പറയുന്ന കാര്യമാണിത്. അടുത്തത് നബീൽ സഉതീക, കാജലിൻ്റെ പിതാവിനോട് പറയുകയാണ്, നിങ്ങൾക്ക് ഞാൻ നൽകാം, നിങ്ങൾക്ക് ഞാൻ നൽകാം. ളിഅഫ റാത്തിബിക സാബിക്, നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ശമ്പളത്തിൻ്റെ ഇരട്ടി ഞാൻ നിങ്ങൾക്ക് നൽകാം. അടുത്ത ചോദ്യം ടെക്സ്റ്റ് ബുക്കിലെ 100-ാമത്തെ പേജുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മുലാരിയായ ഒരു ക്രിയയുടെ വ്യത്യസ്ത ഫോർമാറ്റുകളാണ് നമ്മളവിടെ പഠിക്കുന്നത്. അത് ഒരാളാവുമ്പോൾ എങ്ങനെ പറയും, 2 ആളാവുമ്പോൾ, 3 ആളാകുമ്പോൾ, അത് തന്നെ സ്ത്രീകളാകുമ്പോൾ ഏത് രീതിയിൽ വായിക്കണം, എഴുതണം, അതുപോലെ പുരുഷന്മാരാകുമ്പോൾ ഏത് രീതിയിൽ വരണം. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ല സീഗത്തൻ മുനാസിബത്തൻ മിനൽ ഖൗസൈനി ഫിൽ മക്കാനിൽ ഖാലി, വിട്ടുപോയ
ഭാഗങ്ങളിൽ യോജിച്ച ഫോർമാറ്റുകൾ ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതാം. ഇവിടെ തജ്ലിസു അവൾ ഇരിക്കുന്നു, യജ്ലിസു അവൻ ഇരിക്കുന്നു, യജ്ലിസാനി അവർ രണ്ട് പുരുഷന്മാരിരിക്കുന്നു, തജ്ലിസാനി അവർ രണ്ട് സ്ത്രീകളിരിക്കുന്നു. ഈ പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തേത് ജുമാന വ അമാന, രണ്ട് പെൺകുട്ടികളുണ്ട്. ഫിൽ ഹദീഖത്തിൽ ആമ്മ, പൊതു തോട്ടത്തിൽ, പൊതു ഗാർഡനിൽ ഇരിക്കുന്നു. ഒന്നാമത്തേതിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത് തജ്ലിസാനി എന്നാണ്. അടുത്തത് സാലിമുൻ വ അമീനുൻ, രണ്ട് ആൺകുട്ടികളാണ്. ഫിസ്സൊഫിത്താസിയ അവർ 9ാം ക്ലാസ്സിൽ ഇരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ വേണ്ടത്. യജ്ലിസാനി എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അടുത്തത് ശാന്ത വ ഫാത്തിമ, രണ്ട് പെൺകുട്ടികളാണ്. ഇവിടെ വരേണ്ടത് തഹത ലില്ലി ഷജറ, ഉത്തരമായിട്ട് വരേണ്ടത് തജ്ലിസാനി അവർ 2 പേർ ഇരിക്കുന്നു. അടുത്തത് ഡാഷ് അബ്ദുള്ള അലൽ അരീക്ക, അബ്ദുള്ള ഒരു പുരുഷനാണ്. ഉത്തരമായിട്ട് വരേണ്ടത് യജ്ലിസു അബ്ദുള്ള അലൽ അരീക്ക. ചോദ്യം ടെക്സ്റ്റ് ബുക്കിലെ 92ാമത്തെ പേജുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവിടെ ആദ്യത്തിൽ നമുക്ക് കാണാം നുലാഹിലു വനക്തുബു, നമുക്ക് നിരീക്ഷിക്കാം, എഴുതാം. ഇസ്മ, ഇസ്മഉ അംറിൻ്റെ വ്യത്യസ്ത രൂപങ്ങളാണ്, കൽപ്പനാക്രിയയുടെ വ്യത്യസ്ത രൂപങ്ങൾ. ഇസ്മ നീ കേൾക്കൂ, രണ്ടാളോട് പറയുന്നു. കുറേ ആളുകളുണ്ടെങ്കിൽ ഇസ്മഉ. ചോദ്യത്തിലേക്ക് വരാം. ല ഫിഅലൽ അംർ കൽപ്പനാക്രിയ വെച്ച് കൊടുക്കുക. ഫിൽ ഫറാഗി കമാ ഫിൽ മിസാൽ, വിട്ട ഭാഗത്ത് ഉദാഹരണത്തിൽ കാണുന്നത് പോലെ. 1 യാ സാലിം, അല്ലയോ സാലിം, ഇജ്ലിസ് ഹുന, ഇവിടെ ഇരിക്കൂ. ജലസ എന്ന പദം ഇജ്ലിസ് എന്ന അംറിൻ്റെ ഫോർമാറ്റിലേക്ക് മാറിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ യാ വലദ്, അല്ലയോ കുട്ടി, ഉദുർ ഡാഷ് അൽ അറബിയ, ദറസ എന്ന പദം നമുക്ക് മാറ്റേണ്ടത് ഉദുറുസ്, നീ പഠിക്കൂ എന്ന രീതിയിലാണ്. അടുത്തത് അയ്യുഹൽ ഔലാദ്, അല്ലയോ കുട്ടികളെ, കത്തബ എന്ന പദം അദ്ദർസ്, പാഠം നിങ്ങൾ എഴുതൂ. കുറേ ആൺകുട്ടികളുണ്ട്, അവരോടാണ് പറയുന്നത്. ഉത്തരം വരേണ്ടത് ഉക്തുബു. 4 യാ ബാബു യാ ജാബിർ, ജാബിറെ ബാബു, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കുക. അത്വാ, 2 പേരും അനുസരിക്കണം. അത്തി എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. നാം പരിചയപ്പെടുന്നത് ടെക്സ്റ്റ് ബുക്കിലെ 93ാമത്തെ പേജാണ്. ആ പേജ് തന്നെയാണ് ഇവിടെ പരിശീലനത്തിനെടുക്കുന്നത്. ഹാല് ഒരു വസ്തുതയുടെ, ഒരു കാര്യത്തിൻ്റെ അവസ്ഥ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഷെരിബത്തിൽ ബിന്തു, പെൺകുട്ടി കുടിച്ചു. അൽമാ വെള്ളം. ബാരിദൻ തണുപ്പോടുകൂടി. ബറദ എന്ന പദമാണ് ബാരിദൻ എന്ന ഫോർമാറ്റിലേക്ക് മാറിയത്. ഈ ഫോർമാറ്റുകൾക്കാണ് ഹാല് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം ദഹബൽ വലതു ഇലൽ മദ്രസത്തി, ആൺകുട്ടി സ്കൂളിലേക്ക് പോയി. റക്കിബ അൽ ഹാഫില, റക്കിബ എന്നത് റാക്കിബൻ എന്ന ഫോർമാറ്റിലേക്കാണ് നമുക്ക് മാറ്റേണ്ടത്. മൂന്നാമത്തേത് അക്ബലത്തിൽ ഉമ്മ മുന്നോട്ട് വന്നു. അസ്ര എന്ന പദം ഹാലിൻ്റെ ഫോർമാറ്റിലേക്കാക്കുമ്പോൾ മുസ്സിരി അത്തൻ എന്നാവുന്നു. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് മുസ്സിരി അത്തൻ. നാലാമത്തേത് റജ അല്ലാഇബു, കളിക്കാരൻ മടങ്ങി. ഫരിഹ സന്തോഷിച്ചു. സന്തോഷിക്കുന്ന അവസ്ഥയിൽ എന്നുള്ളതിന് ഫരിഹൻ എന്നാണ് വേണ്ടത്. ഉത്തരം ഫരിഹൻ. അഞ്ചാമത്തേത് നാമത്തിഫുലു ഡാഷ് ഹദ ശാന്തമായി കുട്ടി ഉറങ്ങി. ശാന്തമായ അവസ്ഥയിൽ എന്നുള്ളതിന് നാമത്തിഫുലു ഹാദിയൻ എന്നാണ് വേണ്ടത്. അടുത്തതും ടെക്സ്റ്റ് ബുക്കിലെ പേജുമായി ബന്ധപ്പെട്ട പരിശീലനമാണ്. 94ാമത്തെ പേജ് നഖ്താറുൽ ജംഉകൾ നമുക്ക് സെലക്ട് ചെയ്യാം. വൽ മുഫ്രദാത്ത്, ഇവിടെ ജംഉം മുഫ്രദും ഏകവചനവും ബഹുവചനവും നാം പഠിക്കണം. മിനൻ നസ്സി വനക്തുബ്, പാഠഭാഗത്ത് നിന്നാണ്, എന്നിട്ട് എഴുതാം എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മുഫ്രദ് നോക്കാം. ഏകവചനം ഖുമ്മാഷിൻ്റെ ജമ്മ് അഖ്മിഷ, റഅയ്യത്തിൻ്റെ ജമ്മ് റആയ പ്രജകൾ, സൗബൻ ഡ്രസ്സ്, സിയാബുൻ, യോമുൻ അയ്യാമുൻ, ഖിത്അത്തുൻ ഒരു കഷ്ണം, ഖിത്വഉൻ, ഖമീസ്, ഖുംസാൻ, മിൻബർ, മനാബിർ, ഖലീഫത്തുൻ, ഖുലഫാഉൻ.
ഈ ചോദ്യവും നമുക്ക് പ്രതീക്ഷിക്കാം. ഒന്നുകിൽ ഒരു വാക്യം തന്ന് അത് ഡിസോർഡറായി നമുക്ക് ഓർഡർ ചെയ്യാനായിട്ടുള്ള ഒരു വർക്ക് തരാം. അതല്ലെങ്കിൽ കുറേ വാക്യങ്ങൾ തന്ന് അത് അർത്ഥപൂർണമായ ഒരു പാരഗ്രാഫ് ഫോർമാറ്റിലേക്കോ അതല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ മറ്റു രീതികളിലേക്കോ മാറ്റാനും തരാം. ചോദ്യം നോക്കാം. റത്തിബിൽ കലിമാത്ത്, പദങ്ങൾ ക്രമീകരിക്കുക. ഹത്താ തസീർ ജുംലത്തൻ സ്വഹീഹ, ഒരു സെൻറ്റൻസിന് വേണ്ട ഗുണങ്ങളോട് കൂടിയ നല്ലൊരു സെൻറ്റൻസ് ആക്കുക. അല അസംന ഇലാ തമിഴ്നാട് അറുജു, ഇത് കാജൽ പറയുന്ന ഒരു പദമാണ്. അസംന അല റുജോയി ഇല തമിഴ്നാട്, അങ്ങനെയാണ് ഉത്തരം വരേണ്ടത്. വ കാജൽ സൈനബ് ഹമീമത്താനി സ്വദീഖത്താനി, ഉത്തരമായിട്ട് വരേണ്ടത് സൈനബുൻ വ കാജൽ സ്വദീഖത്താനി ഹമീമത്താനി. അടുത്ത ചോദ്യം ടെക്സ്റ്റ് ബുക്കിലെ 83-ാമത്തെ പേജുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവിടെ താഴെ നിങ്ങൾക്ക് കാണാം നഖ്റഉ വ നതദറബു, വായിക്കാം, നമുക്ക് പരിശീലിക്കാം. മാസാല എന്നൊരു അദാത്തുണ്ട്. മാസാല എവിടെയെങ്കിലും വന്നാൽ തൊട്ടടുത്ത പദത്തിന് എപ്പോഴും റഫ് കൊടുക്കണം. മാസാലൻ നസീമു എന്ന് തന്നെ കൊടുക്കണം. നസീമ, നസീമി, നസീം, ഇങ്ങനെയൊന്നും വരാൻ പാടില്ല. മാസാലൻ നസീമു. ഇനി മാസാലത്ത് ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട പദമാണെങ്കിലും മാസാലത്തിൽ ഉമ്മു തുറന്നിമു ഹത്തായനാമ അത്തിഫുല, ഈ രീതിയിൽ വരേണ്ടതുണ്ട്. താഴെ നുലീഫു മാസാല മാസാലത്ത്, ഇത് രണ്ടും നമുക്ക് ചേർക്കാം. ഒന്ന് അൽ വലതു യഹ്ഫലുൻ നഷീദ, കുട്ടി പാട്ട് മനഃപ്പാഠമാക്കുന്നു. മാസാല, ഈ സെൻറ്റൻസിൻ്റെ മുമ്പ് വന്നത് നോക്കുക. മാസാലൽ വലതു, 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 തെറ്റരുത്. മാസാലൽ വലതു. മാസാലത്തിൽ ബിന്തു, മാസാലത്തിൽ ബിന്തു തഹ്ഫലുൻ നഷീദ, വലതാണെങ്കിൽ അൽ വലതു യഹ്ഫലുൻ നഷീദ. അടുത്തത് അൽ മത്വറു യൻസിലു, മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു. മാസാലൽ മത്വറു, മത്വറു, മത്വറു യൻസിലു. മൂന്നാമത്തേത് അല്ലാഇബത്തു തജ്രി ഹത്താ തത്അബ, കളിക്കാരി ക്ഷീണിക്കുന്നത് വരെ ഓടുന്നു. മാസാലത്തിൽ ലാഇബത്തു, ലാഇബത്തു തജ്രി ഹത്താ തത്അബ. അടുത്ത ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്ത് നിന്നാണ്. 84-ാമത്തെ പേജ് വളരെ പ്രധാനപ്പെട്ട ഒരു പേജാണ്. പക്ഷികളുടെയും മൃഗങ്ങളുടെയും ശബ്ദങ്ങൾ, അവയും അതുപോലെ അവയുടെ ശബ്ദങ്ങളും മൃഗങ്ങളും പക്ഷികളും തമ്മിൽ നമുക്ക് ചേർക്കാനോ അതല്ലെങ്കിൽ മറ്റു രീതികളിലോ ചോദ്യങ്ങൾ വരാം. ചോദ്യം നുറാജു ഉൽ ഫിഖ്റ ഫിസഫ 84-ാമത്തെ പേജിലേക്ക് മടങ്ങി. വനൂഫിഖു ബൈനൽ ഉമുദൈൻ, രണ്ട് കോളങ്ങളും തമ്മിൽ നമുക്ക് ചേർക്കാം, ചേരുംപടി ചേർക്കാം. അൽ ഹിമാർ കഴുത, അൽ അസദ് സിംഹം, അൽ ബഖറ പശു, അൽ കൽബു നായ, അൽ ഖിത്തു പൂച്ച. ഇനി ഓരോന്നും കരയുന്നതിന് നമ്മൾ പ്രയോഗിക്കുന്ന അറബിക് വേർഡ് ഏതാണ് എന്നാണ് നോക്കുന്നത്. അൽ ഹിമാർ, ഹിമാറുമായി യോജിക്കുന്നത് യൻഹക്കു, യൻഹക്കു, ഒരു കിതക്കുന്ന രീതിയിലാണ് അതിൻ്റെ സൗണ്ട്. യൻഹക്കു. അൽ അസദു സിംഹം, യസ് അറു, യസ് അറു അർത്ഥം ഗർജിക്കുന്നു. അൽ ബഖറത്തു പശു, പശുവിൻ്റെ കരച്ചിൽ നാം സാധാരണ പറയുക അമറുക എന്നൊക്കെയാണ്. തഹൂറു പശു അമറുന്നു. അടുത്തത് അൽ കൽബു നായ സാധാരണ കുരക്കുകയാണ് ചെയ്യാറുള്ളത്. അൽ കൽബു യംബഹു കുരക്കുന്നു. അൽ ഖിത്തു പൂച്ച യമോ യമോ മ്യാവു എന്ന് പറയുന്നു, ആ രീതിയിൽ കരയുന്നു. പറഞ്ഞത് മൃഗങ്ങളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അടുത്തത് നോക്കൂ, പക്ഷികളുമായി ബന്ധപ്പെട്ടത്. ഇഖ്തരി സ്വഹീഹ മിനൽ ഖൗസൈൻ, ബ്രാക്കറ്റിൽ നിന്ന് ശരിയായത് സെലക്ട് ചെയ്യുക. അദ്ദജാജത്തു പിടക്കോഴി, അതിൻ്റെ കരച്ചിൽ യഹദിലു യൻഇക്കു യുനഖ്നിക്കു, ഉത്തരമായിട്ട് വരേണ്ടത് യുനഖ്നിക്കു. നഖ്നഖ എന്ന വേർഡാണ് നാം ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുള്ളത്. അടുത്തത് രണ്ടാമത്തേത് അൽ ബുൽബുലു കുയിൽ പാടുന്നു. യുനഖ്നിക്കു അല്ല, അത്
പിടക്കോഴിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. യുഗരിദു ഗറദൽ ബുൽബുൽ, ഇതാണ് നമ്മൾ പഠിച്ച പദം. അടുത്തത് അൽ ഹുദ്ഹുദു, മരക്കൊത്തി യുഹദ്ഹിദു യഹ്ദിലു യൻഇഖു. ശരിയായ ഉത്തരമായിട്ട് പഠിച്ചത് ഒന്നാമത്തേതാണ്, യുഹദ്ഹിദു. നാലാമത്തേത് അൽ ഖുറാബു, കാക്ക കരയുന്നു. കാക്കയുടെ കരച്ചിലിന് നമ്മൾ പഠിച്ചത് യൻഇഖു എന്നാണ്, നഅഖൽ ഖുറാബ്, യൻഅഖുൽ ഖുറാബ്. അടുത്തത് അൽ ഹമാമ, പ്രാവ് കുറുകുക എന്ന പദം നമുക്ക് ആ അർത്ഥം കിട്ടുന്നത് യഹ്ദിലു, ആദ്യത്തേതാണ്, യഹ്ദിലു ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. ആറാമത്തേത് അൽ ഉസ്ഫൂർ കുരുവിയുടെ കരച്ചിൽ യൻഇഖു അല്ല, യമൂഉ മ്യാവു അല്ല, യുസഖ്സിഖു. നമ്മൾ പഠിച്ചത് സഖ്സഖത്തിൽ ഉസ്ഫൂർ, കുരുവിയുടെ കരച്ചിൽ. ഉത്തരമായി വരേണ്ടത് യുസഖ്സിഖു. ചോദ്യം, ടെക്സ്റ്റ് ബുക്കിലെ 92-ാമത്തെ പേജ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള ഒരു പാരഗ്രാഫും അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും കാണാം. ഇതുപോലെ ഒരു പാരഗ്രാഫ് തന്ന് താഴെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരു പരിശീലനമാണ്. ചോദ്യം നോക്കാം. ഇഖ്റഇൽ ഫിഖ്റ വഅജിബ് അനിൽ അസ്ഇല. പാരഗ്രാഫ് വായിക്കുക, എന്നിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം ചെയ്യുക. നബീലുൻ വ ബാബു സ്വദീഖാനി ഹമീമാനി. നബീലും ബാബുവും ആത്മാർത്ഥ കൂട്ടുകാരാണ്. വഹുമാ യദുർസാനി ഫി സഫിൻ വാഹിദ്. അവർ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നു. വലാകിൻ ലാ യഹ്ലുറു ബാബു അൽ മദ്രസ ഇല്ലാ ഖലീല. ലാ യഹ്ലുറു ബാബു അൽ മദ്രസ ഇല്ലാ ഖലീലൻ. പക്ഷേ ബാബു അല്പം ദിവസങ്ങളല്ലാതെ സ്കൂളിൽ ഹാജരാവാറില്ലായിരുന്നു. ലി അന്ന വാലിദുഹു മരീലുസുർത്താൻ. തീർച്ചയായിട്ടും അവൻ്റെ പിതാവ് ക്യാൻസർ രോഗിയായിരുന്നു. മസാ അയോമിൻ, ഒരു ദിവസം വൈകുന്നേരം. ദഹബ നബീലുൻ ഇലാ ബൈതിഹി മഅൽ വാലിദൈനി. തൻ്റെ മാതാപിതാക്കൾക്കൊപ്പം അവൻ്റെ വീട്ടിലേക്ക് പോയി. ഫറഅ കൂഹു ബാബു. അപ്പോൾ ബാബുവിൻ്റെ കുടിൽ അവൻ കണ്ടു. ഫഹസിന ഷദീദൻ. അവൻ നന്നായി ദുഃഖിച്ചു. ഫഅത്വാ ലിഹാദിഹിൽ ഉസ്റ അൽ ഫഖീറ ഹിബാത്തുൻ കസീറ. അവർക്ക് കുറേ നല്ല കാര്യങ്ങൾ, നല്ല സമ്മാനങ്ങളൊക്കെ ഈ കുടുംബത്തിന് അവർ നൽകി. ഒന്നാമത്തെ ചോദ്യം, ലിമാദാ ലാ യഹ്ലുറു ബാബു ഫിൽ മദ്രസ കുല്ല യൗമിൻ. എന്തുകൊണ്ടാണ് ബാബു എല്ലാ ദിവസവും സ്കൂളിൽ ഹാജരാവാത്തത്? ഇതുപോലെയുള്ള പാരഗ്രാഫുകൾ തന്ന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഏറ്റവും വലിയ ബെനിഫിറ്റ് ഉത്തരങ്ങൾ ഈ പാരഗ്രാഫിൽ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ്. നിങ്ങൾക്ക് നന്നായിട്ട് വായിച്ചിട്ടത് കണ്ടെത്താം. ഉത്തരമായിട്ട് വരേണ്ടത് കാന വാലിദുഹു മരീലു സർത്താൻ. അദ്ദേഹത്തെ ആ ബാബുവിൻ്റെ പിതാവ് ക്യാൻസർ രോഗിയായിരുന്നു. രണ്ടാമത്തെ ചോദ്യം, ഫി ഐ വക്തിൻ ദഹബ നബീലുൻ ഇലാ കൂഹി ബാബു. ബാബുവിൻ്റെ കുടിലിലേക്ക് നബീൽ ഏത് സമയത്താണ് പോയത്? ഉത്തരം രണ്ടാമത്തെ വരിയുടെ അവസാനം കാണാം. മസാ അയോമിൻ. ദഹബ നബീലുൻ ഇലാ കൂഹി ബാബു മസാ അയോമിൻ. ഒരു ദിവസം വൈകുന്നേരം ബാബുവിൻ്റെ വീട്ടിലേക്ക് നബീൽ പോയി. അടുത്തത്, ഹൽ കാന ബൈത്തു ബാബു കബീറൻ. ബാബുവിൻ്റെ വീട് വലിയതായിരുന്നോ? ഉത്തരം ലാ, അല്ലായിരുന്നു. 4, കൂഹുൻ മഅനാഹു. കൂഹ് എന്നുള്ളതിൻ്റെ അർത്ഥം മൻസിലുൻ കബീർ, വലിയ വീട്. മൻസിലുൻ സഗീർ, ഉത്തരമായി വരേണ്ടത് ചെറിയ വീട്. 5-ാമത്തേത്, കൈഫക്കാനത്ത് ഉസ്റത്തു ബാബു. ബാബുവിൻ്റെ കുടുംബം എങ്ങനെയുള്ളതായിരുന്നു? കാനത്ത് ഉസ്റത്തു ബാബു ഫക്കീറത്തൻ. ദാരിദ്ര്യാവസ്ഥയിലുള്ള വീടായിരുന്നു ബാബുവിൻ്റേത്. ടെക്സ്റ്റ് ബുക്കിലെ 94-ാമത്തെ പേജിൽ നുറാജു തർജമത്ത ഉമർ ബിനുൽ ഖത്താബ് വ നുക്മിലുൽ ബയാനാത്തി ഷഖ്സിയ. ഒരു പ്രൊഫൈലുണ്ട് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ടത് 92-ാമത്തെ പേജിൽ. അത് വായിച്ചതിന് ശേഷം താഴെയുള്ള ഫോം അല്ലെങ്കിൽ ബയോഡാറ്റ പൂർത്തിയാക്കുക. അതുമായി ബന്ധപ്പെട്ട ഒരു പരിശീലനമാണ്. ടെക്സ്റ്റ് ബുക്കിലെ 94-ാമത്തെ പേജ് നിങ്ങൾ പരിശീലിക്കുക. ചോദ്യം, ഇഖ്റ തർജമത്തൽ ഹയാത്ത് ലിഷാഇർ മുഹമ്മദ് സഅദ് അദ്ദബൽ. ഈ കവിയുടെ മുഹമ്മദ് സഅദ് ദബൽ, അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ വായിക്കുക. വഅബി അൽ ഇസ്തിമാറത്തി താലിയ. താഴെയുള്ള ഇസ്തിമാറ ഫില്ല് ചെയ്യുക.
വുലിദ ഷാഇർ മുഹമ്മദ് ബിൻ സഅദ് അദ്ദബൽ ബിൽ ഹരീഖ്. മുഹമ്മദ് ബിൻ സഅദ് ദബൽ ഹരീഖിൽ ജനിച്ചു, സൗദി അറേബ്യയിലെ. സനത്ത 1944. ജിൻസിയത്തുഹു അസൗദിയ, അദ്ദേഹം സൗദി വംശജനാണ്. കാന ഷാഇറു മുഹാദിറൻ ബിജാമിയത്തിൽ ഇമാം മുഹമ്മദ് ബിൻ സഊദ് അൽ ഇസ്ലാമിയ. മുഹമ്മദ് ബിൻ സഊദ് അൽ ഇസ്ലാമിയ സർവകലാശാലയിലെ ലെക്ചററായിരുന്നു അദ്ദേഹം, ഈ കവി. വമിൻ മുവല്ലഫാത്തിഹി അൽ മഷ്ഹൂറ, അദ്ദേഹത്തിൻ്റെ ഫേമസായ കൃതികളിൽപ്പെട്ടതാണ് അൽ ഇസ്ലാമിയാദ്, ഖവാത്തിറു ഷാഇർ, തൂഫി അഷാഇറു. സനത്ത 2013 ഇദ്ദേഹം മരണപ്പെട്ടു. ഇസ്തിമാറ ഇസ്മുൽ കാമിൽ, ഇദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് വരേണ്ടത് മുഹമ്മദ് ബിൻ സഅദ് അദ്ദബൽ. താരിഖുൽ മീലാദ്, ജനിച്ച വർഷം അല്ലെങ്കിൽ ഡേറ്റ് മുഴുവനായിട്ട് എഴുതാം, 1944. മക്കാനുൽ മീലാദ്, ജനിച്ച സ്ഥലം അൽ ഹരീഖ്. അടുത്തത് അൽ ജിൻസിയ, അദ്ദേഹം ഏത് രാജ്യക്കാരനാണ്, അല്ലെങ്കിൽ ജിൻസിയക്ക് വംശം എന്നുകൂടെ അർത്ഥമുണ്ട്. അദ്ദേഹത്തിൻ്റെ രാജ്യം അസൗദിയ. മിഹ്നത്ത്, അദ്ദേഹത്തിൻ്റെ തൊഴിൽ. അദ്ദേഹം മുഹാലിറായിരുന്നു, മുഹാലിർ ലെക്ചറർ, ഒരു അധ്യാപകനായിരുന്നു, കോളേജ് പ്രൊഫസർ അല്ലെങ്കിൽ അധ്യാപകനായിരുന്നു. മുവല്ലഫാത്ത്, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ അൽ ഇസ്ലാമിയാദ്, ഖവാത്തിറു ഷാഇർ. അടുത്തത് വഫാത്ത്, അദ്ദേഹത്തിൻ്റെ മരണവർഷം 2013. പ്രവർത്തനം ടെക്സ്റ്റ് ബുക്കിലെ 96-ാമത്തെ പേജുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവിടെ ഒരു യൗമിയ, ഒരു ഡയറി കുറിപ്പ് എഴുതാൻ ചോദിക്കുന്നു. സമിഅത്ത് സൈനബ്, സൈനബ് കേട്ടു ഖൗലൽ വാലിദ്, തൻ്റെ പിതാവിൻ്റെ വർത്തമാനം, വാക്ക്. ഫരിഹത്ത് കസീറൻ, അവൾ നന്നായി സന്തോഷിച്ചു. വകതബത്ത് യൗമിയാത്തിഹ, അവളുടെ ഡയറി കുറിപ്പ് അവൾ എഴുതി. നതഖയ്യലു വനുഇദ്ദുൽ യൗമിയാത്ത്, അത് നമുക്ക് തയ്യാറാക്കാം. അത് നിങ്ങൾ ക്ലാസ്സുകളിൽ നിന്ന് വളരെ വൃത്തിയായി ചെയ്തിട്ടുണ്ടാവും. ഇവിടെ 2 ചോദ്യങ്ങൾ നോക്കുക, അല്പം പോയിൻ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. എന്തിനെക്കുറിച്ചാണ് എഴുതേണ്ടത് അത് ഹെഡിങ്ങായി കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക, ഒരു സൈഡിൽ ഏറ്റവും താഴെ നിങ്ങളുടെ പേര് കൂടെ കൊടുത്ത് വളരെ വൃത്തിയായിട്ട് നിങ്ങൾക്ക് എഴുതാം. ഇതിൻ്റെ അർത്ഥം മാത്രം ഒന്ന് പറയാം. ഫാസത്ത് സൈനബ് ഫിൽ ഇംതിഹാനി ബിദ്ദറജത്തിൽ ഊല, സൈനബ് 1-ാം സ്ഥാനത്തോടെ പരീക്ഷയിൽ വിജയിച്ചു. ഫക്കത്തബത്ത് യോമിയാത്തുഹ, അവൾ അവളുടെ ഡയറി കുറിപ്പ് എഴുതി. അഇദ്ദൽ യൗമിയാത്ത് മിനൽ ഖയാലി ബിസ്തിഖ്ദാമിൻ നിഖാദ്, പോയിൻ്റുകളുടെ സഹായത്തോടു കൂടി അത് തയ്യാറാക്കുക. അൽഹംദുലില്ലാ യൗമുൻ സഈദ് ഫുസ്ദു, ഞാൻ വിജയിച്ചു. മസാ, വൈകുന്നേരം. വയനാട്, വയനാട് സ്ഥലം. അൽ വാലിദൈൻ, മാതാപിതാക്കൾക്കൊപ്പം. അൽ വാലിദ്, പിതാവ്. ഹദിയത്ത്, സമ്മാനം. ഇതൊക്കെ ചേർത്ത് വളരെ വൃത്തിയായിട്ട് നിങ്ങൾക്കൊരു ഡയറി കുറിപ്പ് എഴുതാം. അയ്യന വാലിദു സൈനബ് വാലിദ കാജൽ ഫി മസ്നഇഹി മുവല്ലഫൻ, കാജലിൻ്റെ പിതാവിനെ സൈനബിൻ്റെ പിതാവ് ഉദ്യോഗസ്ഥനായി തൻ്റെ ഫാക്ടറിയിൽ നിയമിച്ചു. ഫക്കത്തബ വാലിദു കാജൽ, ഇവിടെ കാജലിൻ്റെ പിതാവാണ് എഴുതുന്നത് യോമിയാത്ത്, ഡയറി കുറിപ്പ്. അഇദ്ദൽ യോമിയാത്ത് ബിസ്തിആനത്തിൻ നിഖാദ്, പോയിൻ്റുകളുടെ സഹായത്തോടെ അത് തയ്യാറാക്കുക. നേരത്തെ പറഞ്ഞ ഫോർമാറ്റിൽ നിങ്ങൾക്ക് ചെയ്യാം. യൗമുൽ ഫറഹി വസ്സുറൂർ, സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ദിവസം. ഹസൽത്തു അല, ഞാൻ നേടി. അമലുൻ, ജോലി. ശുക്രൻ ജസീലൻ, വളരെ വലിയ നന്ദി. റജുലുൻ സ്വാലിഹുൻ, നല്ല മനുഷ്യൻ. വിലായത്തുൽ മഹബ്ബ വൽ ഉഖുവ, സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സംസ്ഥാനം. അടുത്ത പ്രവർത്തനം ടെക്സ്റ്റ് ബുക്കിലെ 100-ാമത്തെ പേജുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ 2 പ്രയോഗങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഇത്തസല ബി, അതുപോലെ ത്വലബ മിൻ. ഇവ രണ്ടും ഇതേ രീതിയിൽ നിങ്ങൾ പ്രയോഗിക്കുക. ഒന്ന് വായിച്ച് പഠിക്കുക. നുറാജിഒ വ നുലാഹിലു, നമുക്ക് നിരീക്ഷിക്കാം, മനസ്സിലാക്കാം താഴെയുള്ള സെൻറ്റൻസുകൾ. ഇത്തസ്വല നബീലുൻ, നബീൽ കോണ്ടാക്റ്റ് ചെയ്തു. ബിവാലിദി കാജൽ, കാജലിൻ്റെ പിതാവുമായി. ത്വലബ നബീലുൻ, നബീൽ ആവശ്യപ്പെട്ടു. മിൻ വാലിദി, ത്വലബ മിൻ. ഇത്തസ്വല ബി, വാലിദി കാജൽ അൽ മുഖാബല, അഭിമുഖത്തിന് വരാനായിട്ട് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. ഇത്തസ്വലൽ മുദീറു ബിൽ മുവല്ലഫി മസാഅൻ,
മുദീർ ഉദ്യോഗസ്ഥനുമായിട്ട് വൈകുന്നേരം കോണ്ടാക്റ്റ് ചെയ്തു. ത്വലബൽ മുഷ്തരി അൽ ഫാത്തൂറ, വാങ്ങിയ ആൾ ബില്ല് ആവശ്യപ്പെട്ടു. മിന താജിർ, കച്ചവടക്കാരനിൽ നിന്ന്. അതുപോലെ തന്നെ മുലാരിൻ്റെ വ്യത്യസ്ത ഫോർമാറ്റുകൾ തൊട്ട് താഴെ 100-ാമത്തെ പേജിൽ നമ്മൾ പഠിക്കുന്നു. നുലാഹിലു, നുനാക്കിഷു, തസ്കുനു സ്വദീഖത്താനി, 2 കൂട്ടുകാരികൾ ഫി ഹയ്യിൻ വാഹിദിൻ, ഒരു ഗോത്രത്തിൽ താമസിക്കുന്നു. അസ്വദീഖത്താനി തസ്കുനാനി, 2 ആളാണെങ്കിൽ തസ്കുനാനി, ഒരാളാണെങ്കിൽ തസ്കുനു. അസ്വദീഖത്തു തസ്കുനു ഫി ഹയ്യിൻ വാഹിദിൻ, ഒരൊറ്റ മേഖലയിൽ അല്ലെങ്കിൽ ഗോത്രത്തിൽ. തജ്ലിസു കാജൽ വ സൈനബ് മഅൻ, 2 ആളാണെങ്കിൽ സൈനബ് വ കാജൽ തജ്ലിസാനി മഅൻ. 5-6 യൂണിറ്റുകളിലെ അവസാന വർക്ക് ടെക്സ്റ്റ് ബുക്കിലെ 97-ാമത്തെ പേജ്. ജാ വാലിദു കാജൽ, കാജലിൻ്റെ പിതാവ് വന്നു. ഇലാ ബിൻതിഹി, തൻ്റെ മകളുടെ അടുത്തേക്ക്. മസ്റൂറൻ, വളരെ സന്തോഷത്തോടെ. വജറ ബൈനഹുമാ ഹിവാർ, അവർ തമ്മിലുള്ള ഒരു സംഭാഷണം നടത്തി. നതഖയ്യലു വനുഇദുൽ ഹിവാർ, നമുക്ക് മനസ്സിൽ കണ്ട് ആ ഹിവാർ തയ്യാറാക്കാം. ഹിവാർ നോക്കാം. അൽ വാലിദ്, പിതാവ്. മസാ ഉൽ ഖൈർ, കാജൽ. മസാ ഉനൂർ, ഗുഡ് ഈവനിങ്. അൽ വാലിദ്, പിതാവ്. ലദയ്യ ബുഷ്റ, എനിക്കൊരു സന്തോഷകാര്യം പറയാനുണ്ട്. യാ ബിൻതൈ, എൻ്റെ പൊന്നുമോളെ. കാജൽ, മുംകിൻ, സാധ്യതയുണ്ട്. ബാലുൽ ഹൽവയാ, ചില മിഠായികൾ അല്ലെങ്കിൽ ഹലുവയാവാൻ സാധ്യതയുണ്ട്. അൽ വാലിദ്, കല്ല, അല്ല. ഹിയ അസ്മനു മിൻഹ, ആ കാര്യം അതിനേക്കാളും മൂല്യമേറിയതാണ്. കാജൽ, മാഹിയ, എന്താണത്? കുൽ ലീ ബി സ്വറാഹ, എന്നോട് വ്യക്തമായി പറയൂ അച്ഛാ. അൽ വാലിദ്, പിതാവ്. നബ്ഖി ഫി ഹാദിഹിൽ മദീന, നമ്മൾ ഈ പട്ടണത്തിൽ തന്നെ താമസിക്കും, ബാക്കിയാവും. വലാ നുഗാദിറുഹ, നാം ഈ പട്ടണം ഉപേക്ഷിച്ച് പോവില്ല. കാജൽ, കൈഫ, അതെങ്ങനെ? ഖദ് ഫഖത്ത അമലുക്, നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടിട്ടില്ലേ? അൽ വാലിദ്, അൽഹംദുലില്ലാ, ദൈവത്തിനാണ് സർവസ്തുതിയും. വജത്തുൽ അമലൽ ജദീദ്, എനിക്ക് പുതിയ ജോലി കിട്ടിയിരിക്കുന്നു. കാജൽ, മാഷാ അല്ലാ. ഐനയാ ബാബ, എവിടെയാണ് അച്ഛ, ഉപ്പ, നിങ്ങൾക്ക് ജോലി കിട്ടിയത്? അൽ വാലിദ്, ഫി മസ്ന ഇൻ കബീർ, വലിയൊരു ഫാക്ടറിയിലാണ് എനിക്ക് ജോലി കിട്ടിയത്. ബിറാത്തിബിൻ ആലിൻ, ഉയർന്ന ശമ്പളത്തിന് തന്നെയാണ് എനിക്ക് ജോലി കിട്ടിയിട്ടുള്ളത്. കാജൽ, മൻ അത്വാക്കൽ അമൽ, നിങ്ങൾക്ക് ആരാണ് ജോലി നൽകിയത്? അൽ വാലിദ്, വാലിദ് സൈനബ്, സൈനബിൻ്റെ ഉപ്പയാണ് എനിക്ക് ജോലി തന്നത്. ഹുവ റജുലുൻ സ്വാലിഹുൻ, അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. അവസാനം കാജൽ പറയുന്നു, ജസാഉല്ലാഹു ഖൈറൽ ജസാ, നല്ല പ്രതിഫലം തന്നെ അള്ളാഹു, ദൈവം അദ്ദേഹത്തിന് നൽകട്ടെ. പ്രിയപ്പെട്ട കുട്ടികളെ, 5-6 യൂണിറ്റുകളിലെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. 40% ചോദ്യങ്ങൾ ഇതിൽ നിന്നും വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതേപോലെ പ്രധാനപ്പെട്ട 4 യൂണിറ്റുകളുണ്ട്. 1, 2 യൂണിറ്റുകൾ, 3, 4 യൂണിറ്റുകൾ. ഇവയിൽ നിന്നും 60% ചോദ്യങ്ങൾ വരാം. അതുമായി ബന്ധപ്പെട്ട വീഡിയോ ക്ലാസ്സുകൾ ഈ ചാനലിലുണ്ട്. ഇതേപോലെ വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സുകളാണ്. നിങ്ങൾക്ക് കാണാം. നന്നായി പഠിക്കാം, വിജയിക്കാം. വിജയാശംസകൾ.